ടി ജി ജോസഫ് മുണ്ടശ്ശേരി നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി സർക്കാർ 5,24,00,000 രൂപയാണ് മാറ്റിവെച്ചിരുന്നത്. 10ാം തരത്തിൽ എല്ലാത്തിനും A+ വാങ്ങിച്ചാൽ 10,000 രൂപ സ്കോളർഷിപ്പ്. അത് ഹയർ സെക്കൻഡറിയിലാണ് 80% ആണെങ്കിൽ 15,000, VHSCക്ക് 75%. പക്ഷേ ഇത് കിട്ടുന്നത് മുസ്ലിം, ജെയിൻ, സിഖ്, പാഴ്സി സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കേ കിട്ടുള്ളൂ. മുസ്ലിങ്ങൾക്ക് മാത്രം ബാക്കി സമുദായം അതെ ഇല്ലല്ലോ ഇവിടെ. അതുപോലെ അത് മുണ്ടശ്ശേരിയുടെ പേരിലാണ്, അതിനകത്ത് ക്രിസ്ത്യാനി ഇല്ല. ഇനി ക്രിസ്ത്യാനികൾക്ക് പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ട് മദർ തെരേസ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. 67,51,000 രൂപയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അതിൽ നഴ്സിങ്ങിന്, പാരാമെഡിക്കൽ കോഴ്സുകളിൽ പഠിക്കുന്ന ക്രിസ്ത്യൻ, ജൈൻ, സിഖ്, പാഴ്സി അവർക്കാണ് കൊടുത്തിരുന്നത്. ഇങ്ങനെ കുറേ സ്കോളർഷിപ്പുകളുണ്ടായിരുന്നു. സർക്കാർ ഇപ്പോൾ അത് പകുതിയാക്കി, കാശില്ല. അപ്പോൾ ഞാനിത് പരിശോധിച്ചപ്പോഴത്തേക്ക് ഈ സ്കോളർഷിപ്പുകൾ ആർക്കൊക്കെയാണെന്നറിയോ? സിവിൽ സർവീസിന് പഠിക്കാൻ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 20 ലക്ഷം രൂപ ഉണ്ടായിരുന്നു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. വിദേശത്ത് പഠിക്കാൻ 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപ. വിദേശ പഠനത്തിനാണെങ്കിൽ 85 ലക്ഷം രൂപ. ഇപ്പോൾ 20 ലക്ഷമായിരുന്നു. വിദേശ പഠനത്തിന് 1,70,00,000. വിദേശത്ത് പഠിക്കാൻ പോയാൽ ഈ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് സർക്കാർ 1,70,00,000 രൂപ. ഒരാൾക്കല്ല എല്ലാവർക്കും കൂടി അപ്ലിക്കൻസ് നോക്കിയിട്ട്. പിന്നെ IIT, IIM സ്കോളർഷിപ്പ് ഇതിനാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എനിക്കറിഞ്ഞു. എൻ്റെ അറിവിലുണ്ടല്ലോ 10ാം ക്ലാസ്, +1, +2 ഈ മൂന്നിലും എല്ലാവർക്കും എല്ലാ വിഷയത്തിനും A+ ആണ്. അതിൻ്റെ ഫ്ലക്സ് മുട്ടിയിട്ട് വഴി നടക്കാൻ മേലെ. ഇപ്പോൾ പണ്ട് MN വിജയൻ പറഞ്ഞിരുന്നു, ക്ലാസ്സിൽ എല്ലാവരും ഒന്നാമനാകുമ്പോൾ ആരും ഒന്നാമനാകാത്തൊരു സ്ഥിതിയാണ്. 1ാം സ്ഥാനം ഇല്ലാതെയാകും അതോടെ. അതുപോലെ ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും A+ ആയിട്ട് A+ന് വിലയില്ല. എല്ലാവർക്കും ഇവരെ A+ ഉള്ളവർക്ക് സ്കോളർഷിപ്പ് പറയുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നു. A+ ഉള്ള ചില ആളുകൾക്കേ ഉള്ളൂ. ഇന്നിപ്പോൾ ദീപിക പത്രത്തിൽ ഈ പ്രധാന വാർത്ത ഇതാണ്, ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിച്ചുരുക്കി. അപ്പോൾ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴറിയുന്നത്. അതായത് 10ാം തരത്തിൽ A+ കിട്ടിയാൽ 10,000 രൂപ കിട്ടും. എല്ലാത്തിനും A+ കിട്ടിയാൽ. ന്യൂനപക്ഷത്തിനാണെങ്കിൽ ഭൂരിപക്ഷം ഇല്ല, സ്വാഹ. അപ്പോൾ ഈ വെട്ടിക്കുറച്ചു എന്നുള്ള വാർത്ത വന്നപ്പോൾ ചട്ടിയെടുത്ത് തേണ്ടിക്കോളണം. അതെന്താണ് ഇങ്ങനെ ന്യൂനപക്ഷത്തിൽ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മാത്രം ഇങ്ങനെ 10ാം ക്ലാസ്സിൽ A+ കിട്ടിയാൽ 10,000 രൂപ കിട്ടുന്ന പരിപാടി? എന്ത് നീതിയാണിത്? അത് സച്ചാർ കമ്മീഷൻ നീതിയാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം പിന്നോക്കമാണ്, ദാരിദ്ര്യം പിടിച്ച് പണ്ടാണ്, കഞ്ഞിക്ക് വകയില്ലാത്തവരാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അതിൽ എല്ലാ മുസ്ലിങ്ങളും അല്ല, ചില മുസ്ലിങ്ങളെ ഒഴിവാക്കി. ഇതാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. സർക്കാർ അതെടുത്തപ്പോൾ എന്ത് ചെയ്തു? എല്ലാ മുസ്ലിങ്ങളെ ആക്കി. കാരണം ചില മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ വിഭജനം ഉണ്ടാവും, സംവരണം കിട്ടുന്നവരും കിട്ടാത്തവരുമായിട്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ട് വിഭജിക്കുക എന്നാണ് അർത്ഥം. അത് ചെയ്യാൻ UPA സർക്കാർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മുഴുവൻ, അതിനു മുമ്പ് തന്നെ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് സർക്കാർ സർവീസിൽ 12% സംവരണമുണ്ട്. PSCയിൽ 12%. ഈ സംവരണം മതാടിസ്ഥാനത്തിൽ പാടില്ലാത്തതല്ലേ? പാടില്ലാത്തതാണ് കേരളത്തിൽ പണ്ട് മുതലേ ഉണ്ട്. ഇത് കേരള ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഹൈക്കോടതി ഇത് ഉടക്ക് കേസാണല്ലോ. ഹൈക്കോടതിയിൽ വീട് കയറി തല്ലും എന്ന് പറയുന്ന ടീമാണ് ഇപ്പുറത്ത്. അതുകൊണ്ട് ഹൈക്കോടതിയും സൂക്ഷിച്ചിട്ട് ഹൈക്കോടതി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ശരി ഈ ജോലി എനിക്ക് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ ന്യൂനപക്ഷ സംരക്ഷണം ഉള്ളതിനാൽ ഒരു മുസ്ലിമിന് കിട്ടി. അങ്ങനെ അഗ്രീവ്ഡായ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിത് പരിശോധിക്കാം. അത് കൊള്ളാം. അഗ്രീവ്ഡ് പാർട്ടി വേണം, പൊതു താല്പര്യം പറ്റില്ല. പൊതു താല്പര്യം ഇല്ലേ? ഇല്ല. ഇല്ലെന്നാണ്. അല്ല, ഭരണഘടനയിൽ സംവരണം. ഞാനൊരു കാര്യം പറയട്ടെ, പൊതു താല്പര്യമുണ്ട് എന്നുള്ളതിന് 110 സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. പൊതു താല്പര്യം ഇല്ല എന്നുള്ളതിന് 110 സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റും അതുകൂടാതെ മറ്റ് ഹൈക്കോടതികളുടെ വിധികളും ഞാൻ കാണിച്ചു തരാം. ഇതാണ് കോടതിയുടെ സ്റ്റാൻഡ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഈ കേസ് തള്ളാൻ ആവശ്യമായ ജഡ്ജ്മെൻറ്റും കിട്ടും, കേസ് സ്വീകരിക്കാൻ ആവശ്യമായ ജഡ്ജ്മെൻറ്റും കിട്ടും. ഇതാണ് നിയമരംഗത്ത് നടക്കുന്നത്. ഇത്
ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും ഒക്കെ അറിയാം. അതുകൊണ്ടാണ് ജഡ്ജിമാരൊരു വാക്ക് ഉപയോഗിക്കുമല്ലോ, ഐ ആം നോട്ട് ഇൻക്ലൈൻഡ്. എനിക്ക് ഇതിനോടൊരു വിപ്രതിപത്തിയാണുള്ളത്. ഇതാണ്, ഞാൻ ഇൻക്ലൈൻഡ് അല്ല, അങ്ങോട്ട് ചാഞ്ഞല്ല ഞാൻ നിൽക്കുന്നത് വക്കീൽ. ഇറ്റ് ഇസ് ആൻ ഇൻഡിക്കേഷൻ ടു. സോ ബി കെയർഫുൾ. ഓവർവെൽമിംഗ് ആയിട്ട് നിങ്ങൾ ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവരണം എൻ്റെ അഭിപ്രായം മാറണമെങ്കിൽ. കാരണം ഞാൻ മറുപക്ഷം ചാഞ്ഞാണ് നിൽക്കുന്നത് എന്ന് നേരത്തെ തന്നെ പറയും. ഇപ്പോൾ ഇയാൾ ഓവർവെൽമിംഗ് ആയിട്ട് US ഫെഡറൽ കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് അത് ഇതൊക്കെ കൊണ്ടുവന്നു. അപ്പം അല്ലേ ഇദ്ദേഹത്തിന് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് കോടതിയിൽ. ഈ കാര്യത്തിൽ കോടതി ഇത് ചലഞ്ച് ചെയ്തത് ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. കോടതി പറഞ്ഞു അഗ്രീവ്ഡ് പാർട്ടി വരട്ടെ. നിങ്ങൾ ന്യൂനപക്ഷ സംവരണം കൊണ്ട് ജോലി നഷ്ടപ്പെട്ട ആളാണോ നിങ്ങൾ? അല്ല. ഇപ്പം ജോലി നഷ്ടപ്പെട്ട ആൾ വരട്ടെ എന്ന്. വെൻ ഓപ്പർച്യൂണിറ്റീസ് വെയർ സെയിം, ഐ ഡിഡ് നോട്ട് ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി മിയർലി ബിക്കോസ് ഓഫ് ദിസ് മുസ്ലിം റിസർവേഷൻ. അങ്ങനെ ഗ്രീവൻസ് ഉള്ള ഒരാൾ വരട്ടെ. പക്ഷേ ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ല, ഇത് കോടതി അതിൽ നിന്നും പണ്ടാരക്കെട്ടിൽ നിന്ന് ഒഴിഞ്ഞതാണെന്ന് അതെ. അല്ല, എന്തായാലും എൻ്റെ ഒരു സംശയം, ഈ സംവരണം തന്നെ ഉണ്ടാക്കിയത് കാലങ്ങളായി, നൂറ്റാണ്ടുകളായിട്ട് ഹിന്ദു സമുദായത്തിലുള്ള അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവർ ജാതീയമായി മാറ്റി നിർത്തപ്പെട്ടത് മറികടക്കാൻ അല്ലേ സംവരണം കൊണ്ടുവന്നത്? അതൊക്കെ ആദ്യം ഞാൻ പറയട്ടെ, ഭരണഘടനയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിന് 10% സംവരണം ഇതാണ്. അത് 10 വർഷത്തേക്ക് ആണല്ലോ. ആണ്. ആ 10 വർഷമാണ് പിന്നെ നീട്ടി കൊണ്ടുപോകുന്നത്. ഇതിനിടയ്ക്ക് വന്നാണ് മണ്ഡൽ കമ്മീഷൻ വന്നിട്ട് OBCക്കും റിസർവേഷൻ വന്നു. ഈ സമയത്തെല്ലാം കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് റിസർവേഷനുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഭരണഘടനയുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യത്യസ്തമല്ലേ? വ്യത്യസ്തമാണ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, എത്ര ന്യൂനമാണ് ന്യൂനപക്ഷം? അതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യുക. എത്ര ശതമാനമാണ് കേരളത്തിൽ വാസ്തവത്തിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണോ? ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ഏത് നിമിഷവും തിന്നുകളയാവുന്ന ഒരു സാധനം എന്നുള്ള സങ്കല്പത്തിലാണ് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്. അല്ലാതെ ന്യൂനപക്ഷത്തിന് കൊമ്പൊന്നുമില്ലല്ലോ. സോ നിങ്ങൾ സഫീഷ്യൻ്റ്ലി ശക്തന്മാരാണ്. ഇന്ത്യയിൽ നിങ്ങൾ എത്ര ശതമാനമുണ്ട്? 15, 16, 17 ആർക്കറിയാം. 25 മറ്റേ OIC പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. 25 തും 75 എന്നൊക്കെ പറഞ്ഞാണ് അയാളുടെ പ്രസംഗം. അങ്ങനെയാണ് ഈ കുറച്ച് നേരത്തേക്ക് പോലീസിനെ മാറ്റിയാൽ ഞാൻ കാണിച്ചു തരാമെന്ന്. പക്ഷേ TG എനിക്ക് മനസ്സിലാവാത്ത ഇതിനകത്തൊരു ഒരു സാമൂഹികമായ ഒരു അനീതിയുണ്ട്. കാരണം ഇപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ CAക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ CAക്ക് പഠിക്കാൻ ചേർന്നാൽ മതി, അവർക്ക് വേണ്ടി 57,75,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പകുതിയാക്കി. അതുപോലെ APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് എന്നൊരു സ്കീമുണ്ട്, അതിന് 82 ലക്ഷം മാറ്റിവെച്ചിരുന്നു. അതായത് മെറിറ്റിൽ ഏതെങ്കിലും സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടിയാൽ സ്കോളർഷിപ്പ് കിട്ടും. ഇതൊക്കെ ഒരു വിഭാഗത്തിന് മാത്രം കിട്ടുമ്പോൾ മറ്റ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവരൊരു രണ്ടാം തരംകാരാണെന്നുള്ള തോന്നലുണ്ടാവില്ലേ? ഉണ്ടാവുന്നുണ്ടല്ലോ. ഉണ്ടായിട്ട് അവർ നാട് വിടുന്നുണ്ടല്ലോ. ആത്മവിശ്വാസം ഇല്ലാതെ പോകുന്ന എന്താ ഹിന്ദുവിന്? താൻ ഈ സംസ്ഥാനത്ത് വേണ്ടാത്തവനാണ്. അതെ, തന്നെ ആർക്കും വേണ്ട, രാഷ്ട്രീയക്കാർക്ക് വേണ്ട, സാമുദായിക സംഘടനകൾക്ക് വേണ്ട, ആർക്കും ഒന്നും വേണ്ട. കഴിഞ്ഞ ഇപ്പോൾ NSSനൊരു മെഡിക്കൽ കോളേജ് ഉണ്ടോ? NSS നായന്മാരുടെ, ശരി, നായന്മാർക്ക് മാത്രം കൊടുത്താൽ മതി. അത് ഉണ്ടോ കയ്യിൽ? ഇല്ല. വലിയ ബജറ്റൊക്കെയാണ് NSSൻ്റെ ബജറ്റ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഇല്ല. അപ്പോൾ പൊതുവെ ഹിന്ദുവിന് ചോദിക്കാനും പറയാനും ആരുമില്ല. ആ വിചാരം ഹിന്ദുവിനും അറിയാം. അതുകൊണ്ടാണ് അവൻ അവിടെ ഇവിടെയൊക്കെ ചുമ്മാ തോന്നിയ ആവശ്യം വോട്ട് ചെയ്യുകയും ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നത്. ഏതായാലും എനിക്ക് വലിയ കടപ്പാടുണ്ട് ദീപിക പത്രത്തോട്. കാരണം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കി എന്നും പറഞ്ഞൊരു പ്രധാന വാർത്ത. ന്യൂനപക്ഷത്തിൻ്റെ അലോട്ട്മെൻറ്റ് തന്നെ വലിയൊരു ചതിയാണ്. സച്ചാർ കമ്മിറ്റിക്ക് ശേഷം ന്യൂനപക്ഷങ്ങളിലെ പണക്കാർ തടിച്ചു കൊഴുക്കുകയായിരുന്നു. ഞാനതിലെ ഈ 9.43 ഹെക്ടർ വഖഫ് ഭൂമി കൈവശമുള്ളത് അവരെങ്ങനെയാണ് സാമുദായികമായിട്ട് പിന്തള്ളപ്പെട്ടവരും പാവപ്പെട്ടവരും ആകുന്നത്? വഖഫ് ഭൂമി 4.3 ഹെക്ടർ അല്ല, 4.3 ലക്ഷം ഹെക്ടർ. അത്രയും ഭൂമിയുള്ള ആൾ പാവത്താനാകുന്നത് എങ്ങനെയാണെന്നേ? ഈ വഖഫ് ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാണല്ലോ. മുസ്ലിങ്ങളിലെ പാവങ്ങൾക്ക്, മറ്റാർക്കും കൊടുക്കില്ല. അപ്പോൾ പിന്നെ മുസ്ലിങ്ങളിൽ പാവങ്ങളില്ലല്ലോ. ഇതിപ്പോൾ എടുത്തു കളയാൻ പോകില്ലേ? അല്ല, പോകുന്നല്ലേ ഉള്ളൂ, പോയിട്ടില്ലല്ലോ, കയ്യിലുണ്ടായിരുന്നല്ലോ ഇത്രയും കാലം. പിന്നെ എന്ത് പിന്നോക്കാവസ്ഥയാണ് നിങ്ങൾക്ക് സച്ചാർ കമ്മീഷൻ ചെയ്തത്?
സച്ചാർ കമ്മീഷൻ മുസ്ലിങ്ങൾക്ക് വാരിക്കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് ആദ്യം ഉണ്ടാക്കിയിട്ട് സച്ചാറിനെ വിളിച്ചിട്ട് താഴെ ഒപ്പിടിക്കുകയായിരുന്നു. അങ്ങനെ വേണം വിചാരിക്കാൻ. എന്നിട്ട് അതിനകത്ത് വെള്ളം ചേർത്ത് കേട്ടോ. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിശോധിക്കാനും അതിനെ സഹായിക്കാനും ഒക്കെ റെക്കമെൻഡേഷൻ. ഈ റെക്കമെൻഡേഷൻ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പാലോളി കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് മുസ്ലിം എന്നുള്ളത് മാറ്റി ന്യൂനപക്ഷം എന്ന് വെച്ചു. എന്നിട്ടാണ് 80-20 ഉണ്ടാക്കിയത്. 80% മുസ്ലിങ്ങൾക്കും 20% ക്രിസ്ത്യാനികൾക്കും. വാസ്തവത്തിൽ അത് ക്രിസ്ത്യാനികൾക്ക് അവകാശപ്പെട്ടതല്ല. ക്രിസ്ത്യാനികൾ കേസിന് പോയി. അവർ പറഞ്ഞു ജനസംഖ്യാനുപാതികമായിട്ട് വേണം ഇത് വിധിക്കാൻ. ഹൈക്കോടതി അത് അനുവദിച്ചു. ഹൈക്കോടതി എത്രയാണ് 54, 44, 46, 56, 44 ആക്കി വിധിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോകുമെന്നൊക്കെ മുസ്ലിം വിഭാഗം പറഞ്ഞെങ്കിലും പോയില്ല. കാര്യം എന്താണെന്നറിയാമോ? സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എടുക്കുമെന്ന് പറയും. അതിൽ വന്നു കഴിയുമ്പോൾ കേരളത്തിലെ ചില പ്രത്യേക മുസ്ലിം വിഭാഗങ്ങൾക്ക് മാത്രമേ പിന്നോക്കാവസ്ഥയുള്ളൂ. അവർക്ക് മാത്രം കൊടുക്കാനാണിത്. ക്രിസ്ത്യാനിക്കും കൊടുക്കാൻ പാടില്ല, മുസ്ലിങ്ങളിലെ ഇനി എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല. അപ്പോൾ എന്താവും? മുസ്ലിം സമൂഹത്തിൽ അന്തഛിദ്രം ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് ഇവർ അപ്പീൽ പോയില്ല. കാരണം ഈ തുക ഇത്രയല്ലേ ഉള്ളൂ, അത് ക്രിസ്ത്യാനി കൊണ്ടുവന്നപ്പോൾ. ഈ വക കാര്യം എന്തുകൊണ്ടാണ് വഖഫ് കാര്യത്തിൽ ക്രൈസ്തവ സഭ ബോൾഡായിട്ടൊരു നിലപാടെടുക്കാത്തത്? ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ അടിയിൽ ഇവർ നടത്തിയിട്ടുണ്ട്. സഭാ നേതൃത്വത്തിലെ കുറച്ച് പേരും ഇസ്ലാമിക നേതൃത്വത്തിലെ കുറച്ച് പേരും. ഇത് ചെയ്യാത്തവരുണ്ട്, അവർക്കിതറിയാം. അവരായിട്ട് സമൂഹത്തിലൊരു കലഹം വേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അവർ മിണ്ടാതിരിക്കുന്നു. ഇത് പക്ഷേ അധികകാലം ഇവർക്കിങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഇവർക്ക് സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. ഏതായാലും ഞാൻ ഗോയിങ് ടു ബി എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. അതെ, അത് ടീച്ചർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇത് വല്ലാത്തൊരു ഞെട്ടലാണ്. കാരണം ദീപിക ന്യൂനപക്ഷം സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞപ്പോഴാണ്, ഒരു വാർത്ത കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്കോളർഷിപ്പുകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയാം. എത്ര ലക്ഷക്കണക്കിന് ഇതുപോലെയാണ് നിയമനം നടത്തുന്നത്. നമ്മളറിയുന്നില്ലല്ലോ. ഈ പിൻവാതിൽ നിയമനമൊക്കെ 10,000 എണ്ണം നടത്തുന്നതിൽ ഒരെണ്ണമാണ് പുറത്ത് വരുന്നത്. അതൊന്ന് ടി വിയിലൊന്ന് ചർച്ച ചെയ്തിട്ട് അതങ്ങ് കഴിഞ്ഞു. ഈ പിൻവാതിൽ നിയമനം നടത്തിയവരൊക്കെ പിരിച്ചു വിട്ടോ? അല്ല, എല്ലാ വിഷയത്തിനും A+ നേടിയ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഫ്ലക്സ് മാത്രം നാട്ടിൽ വരുമ്പോൾ വേറെ ചിലർക്ക് 10,000 രൂപ കിട്ടുന്നുണ്ട്. ഉണ്ട്, അവർക്ക് കിട്ടാത്തവരും അതിലുണ്ട്. എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്, അല്ലാതെ എന്ത് പറയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.